അടിപൊളി പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആൻഡ് യമ്മി ആയിട്ടുള്ള പായസമാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 10 മിനിറ്റിൽ നമ്മൾക്ക് ഒരു പായസം തയ്യാറാക്കണം എന്ന് വെച്ചാൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് പഴം പായസം. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഒരു 10-15 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പായസം തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമ്മൾ പഴം പായസം പെട്ടെന്ന് തന്നെ ഒരു പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എല്ലാം റിമൂവ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ കറുപ്പ് കളർ സംഭവം ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ആദ്യമായിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം. കാരണം നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഇത് 2-ാം പാലല്ല 1-ാം പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ റൈസിനും അതുപോലെ തന്നെ കാഷ്യൂ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2-3 ഏലക്ക കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു അടിപൊളിയായിട്ടുള്ള അത് നമുക്ക് 1 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. റൈസിനും അതുപോലെ തന്നെ നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും സിമ്മിൽ വയ്ക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തേങ്ങാക്കൊത്തും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകും. തേങ്ങാക്കൊത്തെടുക്കുന്ന സമയത്ത് ഒന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളത് മാറ്റാം. ഓക്കെ, അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ പഴമാണ്. പഴം ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ഇത് 2-ാം പാലാണ്, അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ശർക്കര നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. ചിലർക്ക് നല്ല കടുപ്പമുള്ള പായസം ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്ര ഇഷ്ടമാവില്ല. ബാക്കിയും കൂടെ ഇതും കൂടെ ഒഴിക്കണം, എന്തായാലും മധുരം പോലായിക വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഴം നമ്മൾ മിക്സിയിൽ അടിച്ചത് കൊണ്ട് കട്ട പോലെ ആവുകയാണ്. അത് ഇളക്കുന്ന സമയത്ത് സെറ്റായി വരും കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ്. പെട്ടെന്ന് 2-4 പഴം ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ പരിപാടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, സിമ്മിൽ വയ്ക്കാം. ഇനിയിപ്പോൾ ശർക്കരയും അതുപോലെ തന്നെ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ ഇതിൽ മിക്സായി വരുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, സെക്കൻഡ് പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 2-ാം പാലുണ്ടാവുമല്ലോ, അത് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. എല്ലാം കൂടെ മിക്സ് ആയിക്കോളും. കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. എമ്മി മണമാണ് വരുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി പഴം പായസമാണ്. നേന്ത്രപ്പഴം കൊണ്ടുള്ള അടിപൊളി പായസമാണ്.
വിഷു സമയത്തോ ഓണം സമയത്തൊക്കെ വെറൈറ്റി പായസം ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി പഴം പായസമാണിത്. അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് വെട്ടിത്തിളക്കിയുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാഷ്യൂ, അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് അധികം പായസം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതിയാവും. സ്വല്പം നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ.